അപ്പോൾ മച്ചാന്മാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 12 പ്ലേ. എൻ്റെ അമ്മേ, ഇൻഫിനിക്സ് ഹോട്ട് 12 പ്ലേ ഇവന്മാർക്ക് വല്ല വായിക്കൊള്ളാമെന്ന് പേരിടാൻ മേലെ. എന്തായാലും ആ ഫോണിൻ്റെ റിവ്യൂ ആണ്. നമുക്ക് ഇതിനകത്ത് 4GB RAM ഉണ്ട്, അതുപോലെ 64GB മെമ്മറി ഉണ്ട്, പിന്നെ 6000 mAh ബാറ്ററി ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ ഉണ്ട് എന്നൊക്കെയാണ് അവർ പറയണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് ബോക്സിനകത്ത് വരുന്നത്. ഇത് നമ്മുടെ ഫോൺ, അതുപോലെ തന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള കേബിളാണ്, USB Type-C കേബിളാണ് വരുന്നത്. പിന്നെ നമുക്ക് സിം എജക്റ്റ് ചെയ്യാനുള്ള ടൂൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ചാർജർ വരുന്നുണ്ട്. ചാർജർ നോക്കുന്നുണ്ട് 10 വാട്ട്സിൻ്റെ നോർമൽ ചാർജറാണ് വരുന്നത്. പിന്നെ നമ്മൾ ആരും വൈകാത്ത കുറേ പേപ്പർ ബോക്സ് വരുന്നുണ്ട്, അത് കളഞ്ഞേക്കാം. ഇതെന്ത് ഡോളറോ? അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു TPU കേസ് വരുന്നുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇതെന്താ QR കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താ സമ്മാനമൊക്കെ കിട്ടുമെന്നാണ് പറയണത്. കിട്ടിയത് തന്നെ. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസാണ് ഇപ്പോൾ ബോക്സിൽ വരുന്നത്. ഫോണിൻ്റെ ബാക്ക് സൈഡ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റൈലിഷ് ലുക്കൊക്കെ ഉണ്ട് കാണാൻ. ഫിംഗർ പ്രിൻ്റ് ഒന്നും അട്രാക്ട് ചെയ്യില്ല. നമ്മൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളൊക്കെ ലാമിനേറ്റ് ചെയ്യില്ലേ, അതുപോലെ എന്തോ പ്ലാസ്റ്റിക് വെച്ച് ലാമിനേറ്റ് ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ് ബാക്ക് സൈഡ്. പക്ഷേ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല സ്റ്റൈലിഷ് ലുക്കൊക്കെ ഉണ്ട്. 13 മെഗാപിക്സലിൻ്റെ 2 ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. Type-C പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ വിരോധാഭാസം എന്നാണെന്നറിയോ? വില കൂടിയ ഫോണുകൾ ചാർജറും തരുന്നില്ല, അതുപോലെ തന്നെ ഈ 3.5mm ഹെഡ്ഫോൺ ജാക്കും തരുന്നില്ല. ഏറ്റവും വില കുറഞ്ഞ ഇതേപോലത്തെ ഫോണുകളിലാണെങ്കിൽ ചാർജറും വരുന്നുണ്ട്, ഈ സംഭവങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ കയ്യിലെടുത്തപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് ചെറിയൊരു ഫോണല്ല, വലിയ ഫോണാണ്. 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ബൾക്കി ആയിട്ടുള്ള ഫോണാണ്. നമുക്ക് സിംഗിൾ ഹാൻഡായിട്ട് യൂസ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഡിസ്പ്ലേയുടെ സൈസ് നോക്കുകയാണെന്നുണ്ടല്ലോ 6.82 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ തരുന്നത് വേറൊരു കമ്പനിയും തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടച്ച് സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. അതുപോലെ ഇവരുടെ 90 ഹെർട്സിൻ്റെ ഒരു പാനലാണെന്ന് പറയുന്നത്. പക്ഷേ 90 ഹെർട്സൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഗിമിക്കാണെന്ന് പറയാം. വേറൊന്നുമല്ല, 90 ഹെർട്സിൻ്റെ ഒരു ഗുണമൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് 90 ഹെർട്സിൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ കുറച്ച് കുറയും. ഡിസ്പ്ലേയിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് ഒന്നും വരുന്നില്ല. ഗൊറില്ല ഗ്ലാസിന് പകരം വരുന്ന പാണ്ട ഗ്ലാസ് എന്ന ഗ്ലാസ്സാണ് വരുന്നത്. അത് ഈ സാധാരണ ഇൻഫിനിക്സിൻ്റെ ഫോണിലൊക്കെ വരുന്ന ഗ്ലാസ്സാണ്. അത്യാവശ്യം സ്ക്രാച്ച് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഇൻഫിനിക്സിൻ്റെ ഫോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്നറിയോ? ഇതിനകത്ത് കോൾ റെക്കോർഡിംഗ് വരുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് എനേബിൾ ഓട്ടോ കോൾ റെക്കോർഡിംഗ് എന്ന സംഭവം ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ വരുന്ന കോളുകൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡാവും. അത് റെക്കോർഡാകുമ്പോഴത്തേക്കും ഓപ്പോസിറ്റുള്ള ആളോട് ഞങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന പറയുകയൊന്നുമില്ല, അവർ ഓട്ടോമാറ്റിക് റെക്കോർഡ് ചെയ്യുകയുള്ളൂ. അതേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. ഇൻഫിനിക്സിൻ്റെ ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇതിനകത്ത് വോയിസ് ആണ്. വേറൊന്നുമല്ല, അനാവശ്യമായിട്ടുള്ള ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതിൽ ചിലവൊന്നും നമുക്ക് കളയാനും പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ ചുമ്മാ ഫോണിൽ കൊണ്ടുനടക്കേണ്ടി വരും. നമുക്കിതിൻ്റെ സിമ്മും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സിമ്മും അതുപോലെ തന്നെ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് പോസിറ്റീവ് പറയാം. എന്തിനല്ല ആദ്യം തന്നെ നെഗറ്റീവ് പറയണം. അപ്പോൾ പോസിറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിനെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. ഇതിൽ നമുക്ക് 6000 mAh ബാറ്ററിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ HD+ ഡിസ്പ്ലേ ആണ്. അതായത് ഫുൾ HD ഡിസ്പ്ലേ അല്ല, HD ഡിസ്പ്ലേ ആണ്. നിങ്ങൾ എത്ര വലിയ ഹെവി യൂസർ ആയാലും ഈ ഫോണൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ ഇതിൻ്റെ ബാറ്ററി ഫുള്ള് തീർക്കാമെന്ന് വെച്ചാൽ വലിയ പാടായിരിക്കും. ചിലപ്പോൾ പറ്റുന്നവരുണ്ടാവും, പക്ഷേ വലിയ പാടായിരിക്കും. ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് 2 ദിവസം കിട്ടും. അതിൽ കൂടുതൽ കിട്ടിയാലുള്ളൂ. നിങ്ങളൊരു ഹെവി യൂസർ ആണെങ്കിൽ 1.5 ദിവസവും, ഒരു നോർമൽ യൂസർ ആണെങ്കിൽ 2 ദിവസം മുതൽ 3 ദിവസം വരെ ഈസി ആയിട്ട് കിട്ടും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ആണ്. ടച്ച് സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ കൊള്ളാം. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഈ പ്രൈസ് റേഞ്ചിൽ അത്രയും കുറ്റം പറയാനൊന്നുമില്ല. പിന്നെ ഇതിൽ വരുന്ന പ്രോസസ്സർ യൂണിസോക്ക് T610. വേറെ ഫോണിലൊന്നും ഞാൻ കേട്ടിട്ടില്ല, ഇൻഫിനിക്സിൻ്റെ ഫോണിൽ മാത്രമേ ഇത് കേട്ടിട്ടുള്ളൂ. പേരിലൊന്നും വലിയ കാര്യമില്ല, പക്ഷേ നല്ലൊരു പ്രോസസ്സറാണ്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. ഗെയിം കളിക്കാൻ പറ്റും, അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റും. ഹീറ്റിങ് കാര്യങ്ങളൊന്നും വലിയ രീതിക്കില്ല, ഇല്ലയെന്നല്ല വലിയ രീതിക്കില്ല. PUBG ആയിക്കോട്ടെ, ഫ്രീ ഫയർ ആയിക്കോട്ടെ, എന്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഗെയിം കളിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ Realme C3 അതുപോലെ Realme C31 ഈ ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും നല്ല ഗെയിം കളിക്കാൻ പറ്റിയ ഫോൺ ഇത് തന്നെയാണ്. അപ്പോൾ ഫോണിൻ്റെ നെഗറ്റീവ് പറഞ്ഞുതരാം. ഏറ്റവും പോസിറ്റീവായിട്ട് ഞാൻ പറഞ്ഞത് ബാറ്ററി ബാക്കപ്പാണ്. അതുപോലെ എൻ്റെ ഏറ്റവും നെഗറ്റീവായിട്ട് പറയുന്നത് എൻ്റെ ചാർജിങ് ടൈമാണ്. ഏറ്റവും കുറഞ്ഞ ഒരു 3.5 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ എടുക്കും. അത് നമ്മുടെ ഓരോ ചാർജിങ് രീതി അനുസരിച്ചിരിക്കും. എന്തായാലും ഒരു 3.5 മണിക്കൂർ വേണം ഇന്ന് ഫുള്ളായിട്ട് ചാർജ് എടുക്കാൻ. ഇതിനകത്ത് നമുക്ക് 10 വാട്ട്സിൻ്റെ നോർമൽ ചാർജറാണ് വരുന്നത്. ഇത് 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ 10 വാട്ട്സിൻ്റെ നോർമൽ ചാർജറാണ് വരുന്നത്.
പിന്നെ നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നെഗറ്റീവ് ആണെന്ന് അറിയാൻ മേല. നമുക്കതിൽ സിംഗിൾ സ്പീക്കറേ ഉള്ളൂ. കുഴപ്പമില്ലാത്ത സൗണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വലിയ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. കുഴപ്പമില്ലാത്ത സൗണ്ട് ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. സിംഗിൾ സ്പീക്കറേ ഉള്ളൂ. ഡ്യുവൽ സ്പീക്കർ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതുപോലെ പരസ്യം കയറി വരുന്ന പരിപാടി. എൻ്റെ പൊന്നെ, ഈ ഇൻഫിനിക്സിൻ്റെ ഫോണിൽ ഏറ്റവും വെറുത്തു പോകുന്ന സംഭവമാണ്. അനാവശ്യമായിട്ട് ഇഷ്ടംപോലെ പരസ്യങ്ങൾ നമുക്ക് കയറി വരും, ആടുകൾ ഇഷ്ടംപോലെ കയറി വരും. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയാനായിട്ട് അങ്ങനെ വലിയ നെഗറ്റീവ് ഒന്നും അല്ല. നമുക്കിതിനകത്ത് ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 12 തന്നിട്ടില്ല. അതൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. വലിയ സീനൊന്നുമില്ല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ക്യാമറയിൽ തന്നെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവസാനം പറയാമെന്ന് വെച്ചാൽ. വേറൊന്നുമില്ല, അത്യാവശ്യം വെട്ടവും വെളിച്ചമുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ബാക്ക് ക്യാമറ എടുക്കുന്ന ഫോട്ടോസൊക്കെ കിഡിലൻ ഫോട്ടോസാണ്, സൂപ്പർ ഫോട്ടോസാണ്. അതുപോലെ തന്നെ വെട്ടവും വെളിച്ചം ഇല്ലാത്ത സാഹചര്യത്തിൽ റൂമിൻ്റെ ഉള്ളിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ഫോട്ടോ, അത്രേ ഉള്ളൂ. വലിയ ഓവർ നല്ല ഫോട്ടോ ഒന്നുമല്ല, ആവറേജ് ഫോട്ടോ. നമ്മൾ ഏത് ഫോൺ റിവ്യൂ ഇട്ടിട്ട് അല്ലെങ്കിൽ എന്ത് വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോയുടെ എല്ലാം താഴത്ത് വരുന്ന കമൻറ്റാണ്, ചേട്ടാ ഒരു 9,000 രൂപ താഴെ നമുക്ക് അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു ഫോണാണെന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ കമൻറ്റുകൾ വരാറുണ്ട്. അങ്ങനെ കമൻറ്റ് ഇടുന്ന കൂടുതലും പിള്ളേർ സെറ്റൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള പിള്ളേരോടാണ് പറയണത്, ഈ ഒരു ഫോൺ അതായത് 8,500 രൂപ റേഞ്ചിൽ നമുക്ക് ഇതിൽ 4GB റാം കിട്ടുന്നുണ്ട്, 6.5 mAh അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ കിട്ടുന്നുണ്ട്. അതിലുപരി ഗെയിം കളിക്കാൻ പറ്റിയ ഒരു പ്രോസർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമി C3, റിയൽമി C31 അങ്ങനെയുള്ള ഫോൺ, പിന്നെ റെഡ്മിയുടെ 9A അതൊക്കെ ചവറാണ്. ഈ ഫോണൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഗെയിം കളിക്കാൻ പറ്റിയ പ്രോസറാണെന്ന് മാത്രമല്ല അത്യാവശ്യം നല്ല ഗെയിം കളിക്കാനും പറ്റും. വാങ്ങാമെന്ന് ചോദിച്ചാൽ ഞാൻ 100% റെക്കമെൻഡ് ചെയ്യും. കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിലും കൂടുതലൊന്നും വേറെ ഒരു കമ്പനിയും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തുവേണേൽ ചെയ്തോ. അപ്പോൾ നമുക്ക് വേറെ ഫോൺ റിവ്യൂ അടുത്ത വീഡിയോയിൽ കാണാം.